ആശാ ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തിന് പോയിട്ടുള്ളവർ ആദ്യം പോകാൻ ശ്രമിക്കുന്ന സ്ഥലം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം ഒരു ആരാധനാലയം എന്നതിനേക്കാൾ ഉപരിയായി ടൂറിസ്റ്റുകളാണ് സന്ദർശിക്കാറുണ്ട്. ഇങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങൾ അതിൻ്റെ ശില്പഭംഗി ആസ്വദിക്കാൻ കൂടി വേണ്ടി മാത്രമാണ് ടൂറിസ്റ്റുകൾ സന്ദർശിക്കാറുള്ളത്. അതിനാൽ തന്നെ 2-3 പ്രാവശ്യം തിരുവനന്തപുരത്ത് പോകാനുള്ള സൗകര്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ പോയത് തനിയെയാണ്. എന്തോ ആവശ്യത്തിനായി വെളുപ്പിനെ തന്നെ തിരുവനന്തപുരത്ത് എത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിനാൽ തന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ സമയം മിച്ചം വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറിയിട്ട് പെട്ടെന്ന് തിരികെ പോവാം. അങ്ങനെ ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തി. എൻ്റെ മുന്നിൽ ഒരു 10 പേർ ഉൾക്കൊള്ളുന്ന ഒരു ടൂറിസ്റ്റ് സംഘം ഉണ്ടായിരുന്നു. വേറെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. രാവിലെ 8-8:30 മണിയായപ്പോഴാണ് ചെന്നത്. അതിനാൽ ധാരാളം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഈ ടൂറിസ്റ്റ് സംഘത്തിൻ്റെ പിറകിലായി നടന്നു പോയി. നേരത്തെ തന്നെ ഞാൻ 1000-കാൽ മണ്ഡപത്തിലും അതിൻ്റെ ചുറ്റും ഉള്ള പ്രദക്ഷിണ വഴിയിൽ കൂടിയൊക്കെ പോയിട്ടുള്ളതിനാൽ ഞാൻ ആ പ്രദക്ഷിണങ്ങളൊക്കെ വേഗം തീർത്ത് എത്രയും പെട്ടെന്ന് ശ്രീകോവിലിൻ്റെ മുന്നിൽ എത്താൻ തിടുക്കം കാട്ടി പെട്ടെന്ന് നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ശ്രീകോവിലിൻ്റെ മുന്നിലെത്തിയപ്പോൾ എൻ്റെ മുന്നിൽ ഈ 10 പേരടങ്ങുന്ന ഒരു ടൂറിസ്റ്റ് സംഘം മാത്രമേ ഉള്ളൂ. മറ്റുള്ള ആൾക്കാരൊന്നും തന്നെ ഇല്ല. ഒറ്റക്കൽ മണ്ഡപത്തിൽ കയറി ടൂറിസ്റ്റ് സംഘം ആദ്യമേ കയറി അവർ ശ്രീകോവിലിൻ്റെ അവിടെ എല്ലാം പോയി പ്രാർത്ഥിച്ച് തിരികെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവരുടെ തൊട്ട് പുറകിലായിരുന്നു ഞാനും പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെന്നു. ശ്രീകോവിലിൻ്റെ മുന്നിൽ 3 നടകളും തുറന്നിരിക്കുന്ന സമയമായിരുന്നു. എനിക്ക് അവിടുത്തെ പൂജാക്രമങ്ങളോ സമയക്രമങ്ങളോ ഒന്നും അറിയില്ല. എന്തോ ഞാൻ ചെന്ന സമയം അവിടെ മറ്റൊരു പരിപാടിയും നടക്കുന്നില്ലായിരുന്നു. പൂജാരിമാരൊക്കെ ഉള്ളിലിരുന്ന് പൂജ ചെയ്യുമോ, എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല. ഞാൻ ചെന്ന സമയം 3 നടകളും തുറന്നു കിടക്കുന്നു. അവിടെ മറ്റ് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ മുന്നിലുണ്ടായിരുന്ന ടൂറിസ്റ്റ് സംഘം തൊഴുത് കഴിഞ്ഞ് മാറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെന്നത്. അപ്പോൾ ഞാൻ മാത്രമേ ആ സ്ഥലത്തുള്ളൂ. എനിക്ക് നന്നായി തന്നെ ശ്രീപത്മനാഭൻ്റെ വിഗ്രഹം കാണാൻ പറ്റി. അടുത്ത് നിന്ന് കാണാൻ സാധിക്കും. അടുത്ത് നിന്ന് സാധാരണ അമ്പലങ്ങളിൽ ഉള്ള പോലെ നമ്മൾ വളരെ ദൂരെ നിന്നല്ല കാണുന്നത്. തൊട്ടടുത്ത് വാതിലിൻ്റെ അരികിൽ നിന്ന് ഞാൻ ശ്രീപത്മനാഭൻ്റെ വിഗ്രഹം കണ്ടു. അനന്ത ശയനത്തിലുള്ള ശ്രീപത്മനാഭനെ ഞാൻ 3 നടക്കിലും മാറി നിന്ന് ഞാൻ നോക്കിക്കണ്ടു. ഞാൻ വിചാരിക്കുകയും ചെയ്തു, ഇത്രയും അടുത്ത് നിന്ന് കാണാൻ സാധിക്കുന്നല്ലോ എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തു. എന്നിട്ട് അതിൻ്റെ പൂജാക്രമങ്ങളെ പറ്റിയൊന്നും എനിക്ക് വലിയ ധാരണയില്ല. അവിടെ കുറേ അധികം ദേവന്മാരുടെയും ഒക്കെ വിഗ്രഹങ്ങളും വേറെ ഉണ്ട്. ബ്രഹ്മാവും ശ്രീ മഹാലക്ഷ്മിയും പിന്നെ വേറെ കുറേ ദേവതകളുടെ എല്ലാം വിഗ്രഹങ്ങളും നിലത്തിരിക്കുന്നവരായിട്ടും നിൽക്കുന്നവരായിട്ടും ഒക്കെ ശ്രീപത്മനാഭൻ്റെ ചുറ്റിനുമൊക്കെ ഞാൻ കണ്ടു. പക്ഷെ ഇത് കാണുന്നത് ഞാൻ തൊട്ടടുത്താണ്, വാതിലിൻ്റെ തൊട്ടരിയിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ ഞാൻ തന്നെ ഉള്ളായിരുന്നു. അതിനാൽ തന്നെ കുറേ അധികം നേരം എനിക്ക് അവിടെ നിന്ന് നോക്കാൻ പറ്റി. ഉള്ളിലേക്ക് കുറേ നേരം നോക്കിക്കഴിഞ്ഞപ്പോൾ എന്തോ ഒരു നിഗൂഢത എനിക്ക് തോന്നി. ശ്രീപത്മനാഭൻ്റെ മറുവശം കടലാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കതിനെപ്പറ്റി അറിയാൻ മേല, സത്യമാണോ എന്തോ. എങ്കിലും എന്തോ ഞാൻ അവിടെ നിന്നപ്പോൾ എന്തോ ഒരു നിഗൂഢത എനിക്ക് അനുഭവപ്പെട്ടു. ഒരു പേടി തോന്നുന്ന പോലെ. സാധാരണ നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോൾ ഉള്ള വെളിച്ചമോ പൂക്കളോ ഒന്നും ഞാൻ കണ്ടില്ല. അത് പൂജാ സമയത്ത് മാത്രമായിരിക്കും പൂക്കളും
വിളക്കും ഒക്കെ ഉണ്ടാകുക ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. ഞാൻ കണ്ടിട്ടില്ല. ഇത് ഞാൻ കണ്ട സമയം അവിടെ മൊത്തത്തിൽ ഒരു ഇരുളുമയും അതിൻ്റെ കൂടെ തന്നെ എന്തോ ഒരു നമ്മൾ ഒരു കടൽ തീരത്ത് പോയി കടലിനെ നോക്കി നിൽക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ എന്ത് അനുഭവമാണ് ഉണ്ടാകുക എന്ന് പറഞ്ഞ പോലെ എന്തോ ഒരു അനുഭവം എനിക്ക് ഉണ്ടായതാണ്. കുറച്ചു നേരം നിന്ന് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു അവിടെ അധികം നേരം നിൽക്കേണ്ട പോലെ എനിക്ക് തോന്നിയില്ല. അത് തന്നെയല്ല, ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ, മറ്റാരെയും അവിടെ കണ്ടുമില്ല. അതിനാൽ തന്നെ ഞാൻ പെട്ടെന്ന് തിരികെ പോന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ശ്രീപത്മനാഭൻ്റെ വീഡിയോകളും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഞാൻ പലയിടത്ത് പറഞ്ഞും കേട്ടും ഒക്കെ അറിഞ്ഞത്. ശ്രീപത്മനാഭൻ്റെ പുറകുവശം കടലാണ് എന്ന്. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ കണ്ട സമയത്ത് എനിക്ക് ഒരു ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് ഉള്ള ഒരു ഭിത്തി പോലെ ഒന്നും ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടത് വാതിലിനരികിൽ നിന്ന് ഞാൻ നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ശ്രീപത്മനാഭൻ അനന്തശയന രൂപത്തിൽ തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ കയ്യെത്തും ദൂരത്ത് വിഗ്രഹം കണ്ടു. അതിൻ്റെ അടുത്തടുത്തായി മറ്റു പല ദേവന്മാരുടെ വിഗ്രഹങ്ങളും കണ്ടു. എന്നാൽ ഒരു മുറിക്കുള്ളിൽ ഇരിക്കുന്ന പോലെയോ ഒരു ഭിത്തി, പുറകുവശത്തായിട്ടൊരു ഭിത്തിയോ ഒന്നും കണ്ടതായിട്ടുള്ള ഓർമ്മ എനിക്ക് ഉണ്ടാകുന്നില്ല. ഞാൻ കണ്ടതിൻ്റെ കുഴപ്പമാണോ അതോ എന്താണ് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അതിനെപ്പറ്റി ഞാൻ ആലോചിക്കാറുണ്ട്. അതിൽ പിന്നീട് എനിക്ക് പോകാനും, നമ്മൾക്ക് ദൂരെയുള്ള സ്ഥലമാണ്, ഇടയ്ക്കിടയ്ക്ക് പോയി അന്വേഷിക്കാനോ പോയി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഉള്ള സാഹചര്യം ഇല്ലാത്തതിനാൽ ഞാൻ പിന്നീട് അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് ഇല്ല. വീണ്ടും കാണാം മറ്റൊരു വിശേഷവുമായി. നമസ്കാരം.